കർത്താവിൻ്റെ വരവിനോട് ഞാനും നിങ്ങളും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഏറ്റവും അടുത്ത നിമിഷം സുനിശ്ചയമാണ്, സുവ്യക്തമാണ്. നമ്മിൽ ഏത് നിമിഷവും ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കപ്പെടാം. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുക, നമ്മുടെ മരണത്തിനായി ഒരുങ്ങുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യതയോടെ തിരുവെഴുത്തുകളിലൂടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. 3 കാലഘട്ടത്തിലൂടെയാണ് മനുഷ്യജീവിതം കടന്നു പോകുന്നത്. 1, കൂടാരമായ നമ്മുടെ ഈ ഭൗമ ശരീരത്തിൽ വസിക്കുന്ന കാലഘട്ടം. 2, നമ്മുടെ ഈ ഭൗമ കൂടാരം വിട്ട് ഞാനും നിങ്ങളും ആത്മലോകത്തിൽ വസിക്കുന്ന കാലഘട്ടം. 3, ഞാനും നിങ്ങളും ഈ കൂടാരത്തിൽ വസിച്ചിരുന്നപ്പോൾ ചെയ്തതിന് ഒത്തവണ്ണം പ്രാപിച്ചുകൊണ്ട് നിത്യമായി വാഴുന്ന കാലഘട്ടം. മറക്കരുത്, മനുഷ്യജീവിതത്തിൻ്റെ 3 കാലഘട്ടങ്ങൾ. 1, ഞാനും നിങ്ങളും ഈ ശരീരത്തിൽ വസിക്കുന്ന കാലഘട്ടം. 2, ശരീരം വിട്ട് ആത്മലോകത്തിൽ വസിക്കുന്ന ഒരു കാലം. അത് കഴിഞ്ഞ് അവനവൻ അവളവൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിനൊത്തവണ്ണം പ്രാപിച്ചുകൊണ്ട് നിത്യമായിട്ട് വാഴുന്ന ഒരു കാലം. അത് പ്രധാനമായും 2 സ്ഥലങ്ങളാണ്: സ്വർഗം, നരകം. സ്വർഗം പറഞ്ഞ് മോഹിപ്പിച്ചും നരകം പറഞ്ഞ് ഭീതിപ്പെടുത്തിയും വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ആരെയും തിരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്നാൽ വചനത്തിൻ്റെ അന്തസത്ത കൃത്യതയോടെ ഗ്രഹിച്ചെടുത്ത് നമ്മുടെ വിളി, തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കി ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തിരിച്ചറിഞ്ഞ് പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കാലത്തിൻ്റെ തികവിൽ കന്യകയുടെ മകനായി, സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിൽ ഭൂജാതനായ നസറേനായ യേശു ക്രിസ്തു വഴിയമ്പലത്തിൽ കിടത്തപ്പെടുവാൻ സ്ഥലമില്ലായികയാൽ കാലിത്തൊഴുത്തിൽ കിടത്തപ്പെട്ട് ചെറുപ്രായം മുതലേ, ബാല്യം മുതലേ ന്യായപ്രമാണം സംബന്ധിച്ച് തികവുള്ളവനായി, അറിവുള്ളവനായി, പഠിപ്പും പഠനവുമുള്ളവനായി വളർന്നു വന്ന് 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ്. അപ്പം ചില പറയും, ഇങ്ങനെ തുടങ്ങിയപ്പോഴേ തുടങ്ങി സ്നാനം. സ്തോത്രം. സ്നാനമേറ്റ് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകത്താൽ നിറയപ്പെട്ട് അയച്ച പിതാവിൻ്റെ പ്രവൃത്തി 3.5 കൊല്ലം അതിശക്തിയോടെ ഭൂമിയിൽ തികച്ചെടുത്ത് ഗദസമനയിൽ പിടിക്കപ്പെട്ട് ഗബതയിൽ തകർക്കപ്പെട്ട് ഗോൽഗോദാവിൽ 2 ദുഷ്പ്രവർത്തിക്കാർക്ക് നടുവിൽ ക്രൂശിക്കപ്പെടുമ്പോൾ ശിരസിൽ മുൾക്കിരീടധാരിയായി, താടിരോമങ്ങൾ നാണയത്തുട്ടുകളാൽ പറിച്ചെടുക്കപ്പെട്ടവനായി, ചാലിട്ടൊഴുകുന്ന രക്തത്തുള്ളികൾക്കകത്തുകൂടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ തുപ്പൽ ചാലുകളും ഒലിച്ചിറങ്ങുമ്പോൾ പുറം ഉഴവുചാൽ പോലെ കീറപ്പെട്ട് വിലാപ്പുറം കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട് കാൽകരങ്ങൾ കാരിരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട് വാനിനും ഭൂവിനും മധ്യേ തൂങ്ങുമ്പോൾ ക്രൂശിൽ 7 മൊഴി ചൊന്ന് 6ാമത് നിവർത്തിയായി എന്ന് പറഞ്ഞ് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സകല പ്രവൃത്തികളെയും പൂർത്തീകരിച്ച് ഏലി ഏലി ലമ്മ ശബക്കദാനി എന്ന ഉറക്ക നിലവിളിയോടെ പ്രാണനെ പിതാവിൻ്റെ തൃക്കൈയിൽ ഭരമേൽപ്പിച്ച് അരിമത്യക്കാരനായ ജോസഫിന്റെ കല്ലറിയിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം ഉത്ഥാനത്തിൻ്റെ ശക്തിയാൽ പുനരുത്ഥാനം ചെയ്ത് 40 നാളോളം ശിക്ഷഗണങ്ങൾക്ക് പ്രത്യക്ഷനായി പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന ശിക്ഷഗണങ്ങളെ അനുഗ്രഹിച്ച് സ്വർഗാരോഹണം ചെയ്ത നസ്രേനായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നതിൻ്റെ പരിണിത ഫലമാണ് ഈ രാത്രിയും ഇവിടെ നടക്കപ്പെടുന്ന സുവിശേഷ യോഗം. ഗാനശുശ്രൂഷ ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞ വാക്യം ഉരുവിട്ടു: മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷപ്പെടുവാൻ മനുഷ്യർക്ക് പല നാമങ്ങളിൽ ഒരു നാമമായി നൽകപ്പെട്ടിരിക്കുന്നതല്ല യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമം മാത്രം ഏക നാമമാണ് മനുഷ്യരക്ഷയ്ക്ക്. കാതങ്ങൾ നടന്ന് കാലിടറണ്ട, നേർച്ച വേണ്ട, കാഴ്ച വേണ്ട, തിരി വേണ്ട, വെടി വേണ്ട, പടക്കങ്ങൾ വേണ്ട. എൻ്റെയും നിങ്ങളുടേതുമായ യാതൊരുവിധ പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും രക്ഷയ്ക്ക് ആവശ്യമില്ല. മറിച്ച്
ഹൃദയത്തിൻ്റെ കവാടം, ഹൃദയത്തിൻ്റെ ശ്രീകോവിൽ ക്രിസ്തുവിനെ ഒന്ന് സ്വീകരിക്കുവാൻ, ക്രിസ്തുവിനെ അധിവസിക്കുവാൻ, തുറന്നു കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും മനസ്സെങ്കിൽ ഒരു കാര്യം നിശ്ചയമാണ്, ക്രിസ്തു വാഗ്ദത്തം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാനവകുലത്തിന് തുറക്കപ്പെട്ട നിത്യരക്ഷയിലേക്ക് എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കുവാൻ, എനിക്കും നിങ്ങൾക്കും കടക്കുവാനായിട്ട് കഴിയും. അങ്ങനെ കടന്നിരിക്കുന്ന വിശ്വാസ സമൂഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വഴിവക്കുകളിലും വീട്ടുവരാന്തകളിലും വീടിനകത്തും പല സ്ഥലങ്ങളിലും ഇടങ്ങളിലും ഒക്കെ ഇരുന്ന് ഈ വചനങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടുവാനുള്ളവരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട തിരുവെഴുത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് എൻ്റെ ശ്രോതാക്കളുടെ ശ്രദ്ധയെ ഒരു കർത്തൃ ശുശ്രൂഷകൻ എന്ന നിലയിൽ, കർത്താവിൻ്റെ ഒരു വേലക്കാരൻ എന്ന നിലയിൽ കൊണ്ടുവരികയാണ്. വിശുദ്ധ തിരുവെഴുത്തുകൾ കൈകളിലുള്ളവർ പുസ്തകങ്ങളെ തുറക്കാം, വായിക്കുവാൻ അറിയാവുന്നവർ, വെളിച്ചമുള്ളവർ പുസ്തകങ്ങളെ തുറക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാമത് അധ്യായം അതിൻ്റെ 55-ാമത് വചനം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 55-ാമത് വചനം. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മതി. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? 2 ചോദ്യങ്ങളാണ് നമ്മളുടെ തിരുവെഴുത്തുകളുടെ ചിന്തയ്ക്ക് ഈ രാത്രി ആധാരമായി എടുക്കുന്നത്. ഹേ മരണമേ നിന്റെ ജയം എവിടെ? 2, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? 2 ചോദ്യങ്ങൾ. അതിന് ഉത്തരമാകുമ്പോൾ നമ്മുടെ വചനധ്യാനം ഈ രാത്രി അവസാനിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഒരു കർത്താവിന്റെ ദാസൻ പറയും, മനുഷ്യൻ്റെ ജീവിതം മരണത്തിൻ്റെ മണമുള്ള ജീവിതമാണെന്ന്. എത്രയോ ശരിയാണ്. നമ്മൾ ഓരോ ദിവസവും കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന വാർത്തകൾ അത് വളരെ കൃത്യതയോടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഭാതവും വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ആരംഭിച്ച എത്രയോ ആളുകൾ ഈ സായം സന്ധ്യ ജീവിതത്തിൽ ലഭ്യമാകാതെ ഈ ഉലകം വിട്ട്, ലോകം വിട്ട് കടന്നുപോയി. ചിലരെക്കുറിച്ച് എന്നേക്കുമായുള്ള ദുഃഖം നമ്മുടെ ഉള്ളിൽ തീരുമ്പോൾ, മറ്റു ചിലരെക്കുറിച്ച് ഭാവി പ്രത്യാശയുടെ നിത്യമഹത്വം കൊണ്ട് നിറയപ്പെട്ടവരായി വീണ്ടും കാണാം എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കുന്നു. കല്ലറകൾ കൊണ്ട് അവസാനിക്കാത്തതും മരണം കൊണ്ട് തീരാത്തതുമായ നിത്യപ്രത്യാശ നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശും മരണമാണെന്നുള്ളത് വാക്കും ഫാഷനും കൂടാതെ തിരുവെഴുത്ത് കൃത്യതയോടെ സത്യസന്ധമായി പഠിക്കുന്ന ഏതൊരു ദൈവപൈതലിനും മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. എവിടെയൊക്കെയോ സഭകളും വിശ്വാസ സമൂഹവും ആലസ്യത്തിലേക്ക്, അലസതയിലേക്ക് വീണുപോയിരിക്കുന്ന, ആണ്ടുപോയിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. എല്ലാം അറിയാം എന്നുള്ള ഭാവത്തിൽ ഒന്നും അറിയാത്തവരായിട്ട് നമ്മൾ പലരും മാറിക്കൊണ്ടിരിക്കുന്നത് കാലഘട്ടത്തിൻ്റെ നേർ സാക്ഷ്യമാണ്, നേർ ചിത്രമാണ്. അനശ്വരതയിലേക്ക് നയിക്കപ്പെടേണ്ട പല ആളുകളും അർത്ഥശൂന്യതയുടെ ആഴങ്ങളിൽ പൂണ്ടുകിടക്കുന്ന, വീണുകിടക്കുന്ന അതിദുഃഖകരമായ ഒരു കാഴ്ച ഞാനും നിങ്ങളുമൊക്കെ സഭാതലങ്ങളിൽ, വിശ്വാസ ജീവിത സമൂഹങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നേർചിത്രമാണ്. എൻ്റെ പ്രിയരോട് ഈ ചോദ്യം ഒന്ന് ചോദിക്കുകയാണ്. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? എന്നുള്ള പൗലോസിൻ്റെ ചോദ്യം തുടങ്ങും മുൻപ് ഉൽപ്പത്തി പുസ്തകം മുതൽ കാണുന്ന ഏതാനും ചില ചോദ്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളിലേക്കും പോകാൻ സമയമില്ല, ഏതാനും ചില ചോദ്യങ്ങൾ മാത്രം ഒന്ന് ചോദിച്ച് നമ്മൾ മുൻപോട്ട് വരികയാണ്. എന്നാൽ അതിനു മുൻപ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു കർത്തൃശുശ്രൂഷകൻ എന്ന നിലയിൽ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഒരു ചോദ്യമുണ്ട്. താങ്കൾ ഈ രാത്രി എവിടെയാണ്? നമ്മുടെ മുഖത്ത്, മൂക്കിൽ കണ്ണട വെച്ചുകൊണ്ട് എൻ്റെ കണ്ണാടി എന്തിയെ എന്ന് ചോദിക്കുന്ന നമ്മുടെ അപ്പന്മാരെ, അമ്മമാരെ കണ്ടിട്ടുണ്ട്. ഞാനും ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ കണ്ണാടി എന്തിയെന്ന്. മുഖത്ത് കണ്ണാടി ഇരിപ്പുണ്ട്, പക്ഷെ അത് വെച്ചോണ്ടാ ചോദിക്കുന്നത്, എന്തിയെ കണ്ണാടി? എവിടെ എൻ്റെ കണ്ണാടി? എവിടെയെങ്കിലൊക്കെ പൈസ കൊണ്ട് പൂഴ്ത്തി വെച്ചിട്ട് അരിക്കലത്തിലും അമ്മിക്കല്ലിനടിയിലും അവിടെ ഇവിടെയൊക്കെ പൈസ കൊണ്ട് വെച്ചിട്ട് എൻ്റെ കാശ് എന്തിയെന്ന് ചോദിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അപൂർവങ്ങളിൽ അപൂർവമായൊരു അപൂർവ ജീവിയെ ഞാൻ കണ്ടു. എൻ്റെ ബൈബിൾ എന്തിയെന്ന് ഞായറാഴ്ച രാവിലെ ചോദിക്കുന്നൊരു സാധനത്തെ, എൻ്റെ ബൈബിള് എന്തിയെ? അപ്പം വേറെ ആൾ പറഞ്ഞു കേട്ടു, റേഷൻ കാർഡ് എവിടെയാണെന്ന് നോക്ക്, അവിടെ കാണും ബൈബിളെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്നാ അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പം ഈ സാധനം ഇപ്പോൾ ഒരു ചെറിയ കാർഡായതുകൊണ്ട്
ഇതിപ്പം വെക്കുന്ന മുഴുവൻ ആധാർ കാർഡും റേഷൻ കാർഡും ഉള്ള കാർഡ് മുഴുവൻ, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും കാർഡുകൾ മുഴുവൻ വെക്കുന്ന ഉറയായിട്ട് ബൈബിള് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അതെവിടാന്ന് മനസ്സിലാക്കിയാൽ ബൈബിൾ അവിടെ കാണുമെന്ന്. നോക്കിക്കേ കാലം പോകുന്ന പോക്ക്. രസാകരമായി പറയുന്നതാണെങ്കിലും ഇതൊക്കെ വളരെ സത്യസത്യമായ കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. ചോദ്യം ഇതാണ്, എവിടെയാണ് നമ്മൾ? എവിടെയാണ്? പാസ്റ്റർമാരായ ഞങ്ങളോട് പരിശുദ്ധാത്മാവ് ഈ രാത്രി ചോദിക്കുന്നുണ്ട്, താങ്കൾ എവിടെയാണ്? കർത്താവ് എന്നോട് ചോദിക്കുന്നത്, ഷിബു നീ എവിടെയാണ്? എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് പേര് പറഞ്ഞ് ചോദിക്കുന്നത് ഒന്ന് സ്വയം മനസ്സിലാക്കാൻ പറ്റുമോ? എവിടെയാണ്? എവിടെയാണ്? നമ്മൾ പറയാം ആരാധനയിലുണ്ട്, പാട്ടിലുണ്ട്, തുള്ളലിലുണ്ട്, ചാട്ടത്തിലുണ്ട്, ബഹളത്തിലുണ്ട്, പ്രസംഗത്തിലുണ്ട്, പോഡിയത്തിന് പുറകിലുണ്ട്, പുൾപ്പിറ്റിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന കൃത്യതയോടെ ചോദിക്കുന്നൊരു ചോദ്യം, നീ പറയുന്ന പലയിടത്തും നീ ഉണ്ടാവും, പക്ഷേ ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ നീ ഇല്ല എന്നുള്ളത് കുഞ്ഞെ എന്നെ ദുഃഖിപ്പിക്കുന്ന സംഗതിയാണെന്ന് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആ ദുഃഖ ശബ്ദം നമ്മളിൽ എത്ര പേർക്കൊന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ഉൽപ്പത്തി പുസ്തകത്തിലാണ് ആദ്യം ചോദ്യം തുടങ്ങിയത്, നീ എവിടെയാണ്? ആദമിനോടാണ് ദൈവം ചോദിക്കുന്നത്, ആദം വേർ ആർ യു? നീ എവിടെ? ആദം നീ എവിടെ? അവിടെയാണ് എവിടെ എന്നുള്ള ചോദ്യം ആരംഭിക്കുന്നത്. അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ഞാൻ നഗ്നനാകൊണ്ട് ഒളിച്ചിരിക്കുകയാണ്, ഞങ്ങൾ നഗ്നരാകൊണ്ട് ഒളിച്ചിരിക്കുകയാണ്. മറയ്ക്കുവാൻ പലതും പല രഹസ്യങ്ങളും ജീവിതത്തിലുള്ളവർക്കാണ് ഒളിവിടങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ആവശ്യമായി വരുന്നത്, മറവിടങ്ങൾ ആവശ്യമായി വരുന്നത്. ഒളിക്കാൻ ഒന്നുമില്ലാത്തവർക്ക് ജീവിതത്തിൽ ഒരു മറവിടങ്ങളും തേടേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി എനിക്കിവിടെ വെച്ചൊരു ഫോൺ വരികയാണ്, എൻ്റെ ശുശ്രൂഷകന്മാർ ഈ ആരാധന മധ്യത്തിലല്ല, അല്ലാതെ ആളുകളൊക്കെ കൂടുതൽ ഒരു ഫോൺ വരികയാണ്, എടുത്തു വെച്ച് സംസാരിക്കാൻ, ഹലോ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ. അതിനകത്ത് ഒളിക്കത്തക്ക ഒരു സാധനവും ഇല്ലെങ്കിൽ, ജഗപ്പാസ് കാണുക, സാമ്പാസ് കാണുക, പ്രിയ ആൻറ്റി കാണുക, ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ കാണുക, എൻ്റെ സഹോദരങ്ങൾ കാണുക, എനിക്ക് സംസാരിക്കാൻ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എനിക്ക് വരുന്ന കോൾ അതത്ര സുഖകരമല്ലാത്തതും എൻ്റെ ചുറ്റും നിൽക്കുന്നവർ കേൾക്കാൻ പറ്റാത്തതുമാണെങ്കിൽ കാളക്കുറ്റന്മാർ മുക്കുറയിടും പോലെ ഒക്കെ വെച്ചോണ്ട്, ഞാൻ പാസ്റ്ററാണ്, ഞാൻ ആത്മീക രംഗത്തും മറ്റ് പല നിലകളിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം, പക്ഷേ ഞാനത് മൂളി 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 വല്ല തെങ്ങിൻ്റെ റബ്ബറിൻ്റെ മൂട്ടിലേക്ക് ആളുകളുടെ അകലം വിട്ട് മാറിപ്പോകുന്നെങ്കിൽ അതിനകത്ത് ഒളിക്കാനുള്ള സാധനം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഒളിക്കാനും പാത്തുവെക്കാനുള്ള സാധനം ഉണ്ടെന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ സമീപ പ്രദേശത്ത് ഒരു +2 കാരി ആത്മഹത്യ ചെയ്തു. ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അതിൻ്റെ അന്വേഷണ പരിധിയും കാര്യങ്ങളൊക്കെ നടക്കപ്പെട്ടത്. അയ്യോ, ലൈവ് ഉണ്ടല്ലേ? ലൈവാണോ? പോലീസ് ഓഫീസേഴ്സ് വന്ന് ചോദിച്ചു, എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടോ മോക്ക്? വല്ലതും നിങ്ങൾക്കറിയാമോ? അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അമ്മ പറഞ്ഞു, കൊച്ചിൻ്റെ ഫോണേ ഇല്ല. പക്ഷേ 3 ഫോണുകൾ കൊച്ചിൻ്റെ ബാഗിൽ നിന്ന് കിട്ടി. 3 ഫോണുകൾ കിട്ടി. സിം എത്രയുണ്ടെന്ന് അറിയില്ല. ഫോൺ ഉപയോഗിക്കുന്നില്ലെന്ന് മാതാപിതാക്കൾ പറഞ്ഞ കുഞ്ഞിൻ്റെ കയ്യിൽ 3 ഫോൺ. അവൾ കഴിച്ച 1-2 മരുന്നുകൾ അത് ഏതൊരു മാതൃഹൃദയത്തെയും പിതൃഹൃദയത്തെയും ബോധവും വിവരവും ഉള്ളവരെ തകർക്കുന്നതായിരുന്നു. വിത്തിനെ ചവിട്ടി അരച്ച് കളയുന്ന ചില മെഡിസിൻസ് ആണ് ആ കുഞ്ഞ് കഴിച്ചത്. അത്രയും പറഞ്ഞ ആ ഭാഗം ഞാൻ പൊതുസമൂഹത്തിൽ വിടുകയാണ്. കൂടെ കുഞ്ഞുണ്ട് എന്ന് കരുതി മാതാപിതാക്കൾ പോവുകയാണ്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് നിയമപ്രകാരം പ്രായപൂർത്തി എത്താത്ത ആ മോൾ ശരീര സാന്നിധ്യം കൊണ്ട് അവിടെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ മനസ്സുകൊണ്ട് അപ്പായോടും അമ്മയോടൊപ്പം അവൾ ഇല്ലായിരുന്നു. കീറിമുറിക്കപ്പെട്ട അവളുടെ ശരീരം കഴിഞ്ഞ ദിവസങ്ങളിൽ മറവ് ചെയ്യുമ്പോൾ അതിൽ സന്നിഹിതനായി നിന്ന എനിക്ക് അലമുറയിട്ട് കരയുന്ന മാതാപിതാക്കളുടെ കരച്ചിൽ ഒരു അപ്പൻ എന്ന നിലയിൽ മനസ്സിൽ ഒരു നൊമ്പരമുളവാക്കിയത് കാര്യമാണ്.
എന്നാൽ ഒരു സുവിശേഷകൻ, ഒരു പ്രസംഗകൻ എന്ന നിലയിൽ എൻ്റെ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കുന്നു, എവിടെയാണ് നമ്മുടെ തലമുറകൾ? നമ്മുടെ ആൺകുഞ്ഞുങ്ങൾ, നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ എവിടെയാണ്? നമ്മൾ എവിടെയാണ്? ഞാൻ പറയുകയാണ്, കർത്താവേ, ഞാൻ വാട്സാപ്പിലാണ്, ഞാൻ ഇൻസ്റ്റയിലാണ്, ഞാൻ ടെലിഗ്രാമിലാണ്, ഞാൻ മുഖപുസ്തകത്തിലാണ്, ഞാൻ ഗെയിമിലാണ്, അസന്മാർഗികതയിലാണ്, മ്ലേച്ഛതകളിലാണ്, യോഗ്യമല്ലാത്തതിലാണ്. എന്താണ് നമുക്ക് ഈ രാത്രി കൊടുക്കാനുള്ള മറുപടി? നീ എവിടെ എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ, ആദം നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ആദം പറയുന്നത് നഗ്നനാകൊണ്ട് ഒളിച്ചിരിക്കുന്നു. അതേ ചോദ്യം കൊടപ്പനമൂട് നെല്ലിക്കാമലയിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂ ഇന്ത്യ ദൈവസഭയുടെ ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാകാത്ത ബേസ്മെന്റ് ഫ്ലോറിൽ ഇരുന്ന് നാം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, നമ്മുടെ നേരെ ഉയർന്നു പൊന്തി വരുമ്പോൾ, എനിക്കും നിങ്ങൾക്കും കൊടുക്കാനുള്ള മറുപടി എന്താണ്? എനിക്കും നിങ്ങൾക്കും കൊടുക്കാനുള്ള മറുപടി എന്താണ്? കേരളക്കര ഞെട്ടലോടെ കാണുന്ന ഒത്തിരി വാർത്തകളുണ്ട്. വാർത്തകൾ പുതുമയല്ലാതായി തീർന്നിരിക്കുന്ന കാലത്തിലും ലോകത്തിലുമാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ പഴയത് പഴങ്കഥയാകുന്ന കാലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, കരുനാഗപ്പള്ളിയിൽ ഒരു ലേഡി ഡോക്ടർ, ഒരു ഗൈനക് അസിസ്റ്റന്റ്, കരുനാഗപ്പള്ളിയിലെ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ തൻ്റെ ആൺ സുഹൃത്തിനൊപ്പം സഞ്ചരിക്കപ്പെടുമ്പോൾ രണ്ടുപേരും എന്തിൻ്റെയൊക്കെയോ ലഹരിയിൽ ഒരു വീട്ടമ്മ ഈ വാഹനം ഇടിച്ചു വീഴുന്നു. അവിടെ ശരീരത്തിലൂടെ ബഹളങ്ങളെ വകവയ്ക്കാതെ ആ വാഹനം കയറിയിറങ്ങുന്നു. രക്ഷപ്പെടുവാനുള്ള ത്വരയിൽ ആ അമ്മയുടെ ജീവൻ വഴിയിൽ പൊലിയുന്നു. അവരെ നാട്ടുകാരും പോലീസും പിടികൂടുന്നു. അതെന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ കൂടുതൽ നേർചിത്രങ്ങളിലേക്ക് സാന്ദർഭികവശാലും സമൂഹത്തെ ഭയന്നും പേടിച്ചും ഞാൻ പോകുന്നില്ല. പക്ഷെ ഒന്ന്, എന്തിൻ്റെയൊക്കെയോ പിടിയിൽ അമർന്നു പോയിരുന്ന രണ്ടുപേർ, ഈ സ്ത്രീ നമ്മുടെ ജില്ലയിലെ നമ്മുടെ താലൂക്കിൽപ്പെട്ടയാളാണ്. ആ ഡോക്ടർ വിദ്യാഭ്യാസത്തിന് കുറവില്ല, തൻ്റെ പദവിക്കൊന്നും കുറവില്ല. പക്ഷേ എന്തിൻ്റെയൊക്കെയോ ലഹരിയിൽ, എന്തിൻ്റെയൊക്കെയോ പിടിയിൽ. ഭർത്താവുള്ളവളാണ്, കുഞ്ഞുങ്ങളുള്ളവളാണ്. ഒരു ചോദ്യം ആ ലേഡിയോട്, ഡോക്ടർ വേർ ആർ യു? നീ എവിടെയാണ്? ഈ രാത്രി ഇതിനകത്തിരിക്കുന്ന ചില ഭാര്യമാരോട്, ഒരു പക്ഷേ ഇങ്ങനെ ഞങ്ങൾക്ക് സെൻട്രൽ പാസ്റ്റായിട്ട് ഇനി വേണ്ട, പ്രസംഗിക്കാൻ ഒരു വേദിയിലും കേട്ടത്തില്ലെന്നായിരിക്കും കൂടുതൽ പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക്. അതിനപ്പുറത്ത് തന്നെ എന്നെ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സധൈര്യം ചോദിക്കുക, കല്യാണം കഴിഞ്ഞവരോട് ചോദിക്കുക, ഭാര്യമാരോട് ചോദിക്കുക, എൻ്റെ പൊന്നു ഭാര്യയെ നീ ഈ രാത്രി എവിടാ? എൻ്റെ പൊന്നു ഭർത്താവേ താങ്കൾ ഈ രാത്രി എവിടാ? ഉപദേശിമാരെ ഞങ്ങളുടെ കർത്താവ് ചോദിക്കുക, ഉപദേശി നീ എവിടാ? ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാട്ടിലുള്ളവരെ, താങ്കൾ കുരിശ് വരയ്ക്കുന്ന ആളായിരിക്കാം, നിസ്കാരത്തഴമ്പുള്ള ആളായിരിക്കാം, രാമനാമം ജപിക്കുന്ന ആളായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, എക്സ് ഓർ വൈ. താങ്കൾ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ ചോദ്യം, താങ്കൾ ഈ രാത്രി താങ്കളുടെ കുടുംബത്തിൽ എവിടെയാണ്? താങ്കളുടെ ബന്ധങ്ങളിൽ എവിടെയാണ്? കൈയടിച്ച് ബഹളം വെച്ച് തുള്ളിച്ചാടുന്നതിന് പറയുന്ന പേരല്ല ഉണർവ്. ശബ്ദകോലാഹലം ഉണ്ടാക്കുന്നതിന് 15,000 വാട്സപ്പ് തകർത്ത് തിമിർത്ത് ആടിപ്പാടി ബഹളം വെച്ച് നാട്ടുകാർക്ക് സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരല്ല ഉണർവ്. ഉണർവെന്ന പേരിൽ പലതും അരങ്ങേറുന്ന ആത്മീയതയുടെ പേരിൽ പേക്കൂത്തുകളുടെ പേക്കോലങ്ങൾ തുള്ളി ഉറഞ്ഞു മറിയുന്ന ഒരു കാലത്തിൽ, അത് പ്രസംഗകരുടെ രൂപത്തിലുണ്ട്, അത് പാട്ടുകാരുടെ രൂപത്തിലുണ്ട്. ക്ഷമിച്ചേക്കണേ, നിങ്ങളല്ല, സ്തോത്രം, പ്രസംഗകരുടെ രൂപത്തിലുണ്ട്, എന്നെ ഉൾപ്പെടെയാ പറയുന്നത്. പാട്ടുകാരുടെ രൂപത്തിലുണ്ട്, വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്, സഭകളുടെ രൂപത്തിലുണ്ട്. അതൊന്നുമല്ല സാക്ഷാത്തായ ഉണർവ്. സാക്ഷാത്തായ ഉണർവ് എന്താന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അനുതാപത്തോടെ, കണ്ണുനീരോടെ, ആത്മതപനത്തോടെ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് ഉണർവ്. ആമേ, അങ്ങ് അസൂസ സ്ട്രീറ്റിലെ വെയിൽസിലെ പണ്ഡിത രമാഭായിയുടെ ഒക്കെ പർണശാലയിൽ ഉണ്ടായ ഉണർവിനെ കുറിച്ച് ഊറ്റം കൊള്ളുന്നവരാണ് വേർപെട്ട വിശ്വാസ സമൂഹം. പക്ഷേ ആ ഉണർവുകളെ കുറിച്ച് ചില പുസ്തകങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്ന് വായിക്കുവാൻ എളിയവന് ലഭിച്ചു. അതൊന്ന് വായിച്ചപ്പോൾ, പഠിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത്, ചില അഭിഷക്തന്മാർ മുഴങ്കാലിന്മേൽ നിന്ന് രാപകലില്ലാതെ നിലവിളിച്ചു, അപ്പായേ ഞങ്ങളുടെ ദേശത്തിന്റെ പാപം മാറണമേ, ഞങ്ങളുടെ ദേശത്തിന്റെ ശാപം മാറണമേ,
കർത്താവേ, സാമൂഹിക വ്യവസ്ഥിതിക്ക് വിഘാതം വരുത്തുന്ന, സാമൂഹിക വ്യവസ്ഥിതിയെ തകർത്തെറിയുന്ന പാപവും ശാപകരവുമായ അനുഭവങ്ങൾക്ക് ഒരു വിരാമമിടുവാൻ അങ്ങയ്ക്ക് പ്രസാദമാകണമേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ രാപകലില്ലാതെ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അനുതാപത്തിന്റെ ആത്മാവിനെ, മാനസാന്തരത്തിന്റെ ആത്മാവിനെ, മടങ്ങിവരവിന്റെ ആത്മാവിനെ ജനത്തിലേക്ക് ദൈവം പകരാൻ തുടങ്ങി. എവിടെയൊക്കെയോ സഭയ്ക്ക് പിഴച്ചപ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നു രാപകലില്ലാതെ ഞാനും നിങ്ങൾ ആടിത്തിമിർത്ത് പാടി തകർക്കുന്നതാണ് ഉണർവെന്ന്. അല്ല പ്രിയരെ, അല്ല. ഉണർവ് അനുതാപത്തോടെ, മാനസാന്തരത്തോടെ ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് യഥാർത്ഥ ഉണർവെന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഉണർവുണ്ടാകും, നിശ്ചയമാണ്. നമ്മുടെ തലമുറയിലും കർത്താവിൻ്റെ വരവ് വൈകിയാൽ നിശ്ചയമായി ഒരു ഉണർവുണ്ടാകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ആരോരും അറിയപ്പെടാത്ത ചില പ്രിയപ്പെട്ടവർ ആമേൻ അവരുടെ പ്രാർത്ഥനാലയങ്ങളുടെ മൂലകളിൽ ഇരുന്നു കൊണ്ട്, കൊച്ചു കൂരകളുടെ മൂലകളിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞു നിലവിളിക്കുന്നുണ്ട്. അപ്പാ, ഞങ്ങളുടെ സഭകളുടെ പോക്കെങ്ങോട്ട്? ഞങ്ങളുടെ ദൈവദാസന്മാരുടെ പോക്കെങ്ങോട്ട്? ജനത്തിന്റെ പോക്കെങ്ങോട്ട്? സമൂഹത്തിന്റെ പോക്കെങ്ങോട്ട്? ആഴമായി നിലവിളിക്കുന്ന ചിലരുണ്ട്. ആ നിലവിളി സ്വർഗം കേൾക്കാതിരിക്കത്തില്ല. അതിന്റെ പരിണിത ഫലമായി ഒരു ഉണർവ് സംഭവിക്കാതിരിക്കത്തില്ല. അത് നിശ്ചയമായി ഉണ്ടാകുമെന്നുള്ളത് സംശയ ലേശമന്യേ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എളിയവനും വിളിച്ചു പറയുകയാണ്. അല്ല എങ്കിൽ ബില്ലി ഗ്രഹാം പറഞ്ഞ പോലെ എളിയവനും പറയുകയാണ്, കർത്താവ് സോദോം ഗോമോരയെ നശിപ്പിച്ചതിന് ക്ഷമ പറയേണ്ടി വരും. ഒരു ഉണർവ് സംഭവിക്കുന്നില്ലെങ്കിൽ, ഒരു അനുതാപവും മാനസാന്തരവും ഉണ്ടാകുന്നില്ലെങ്കിൽ കർത്താവ് ചിലതിനോടൊക്കെ ക്ഷമ പറയേണ്ടി വരും. അതൊരിക്കലും സംഭവ്യമായ കാര്യമല്ലായികയാൽ നിശ്ചയമായും കർത്താവ് തൻ്റെ സഭയെ ഒരു ഉണർവിലേക്ക് കൊണ്ടുവരും. അതിനകത്ത് തനിക്കുള്ളവരെ വേർതിരിച്ചെടുക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യം. ഞാൻ മടങ്ങി വരട്ടെ. എവിടെ നീ? ആദമേ, നീ എവിടെ? ഈ രാത്രി നമ്മുടെ നേരെ ആ ചോദ്യം ഉയരുമ്പോൾ എന്താണ് ആൻസർ കൊടുക്കാനുള്ളത്? എവിടെ? ഒരുപാട് സംഭവങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഒത്തിരി സംഭവങ്ങൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഒരു ശുശ്രൂഷകൻ ആത്മഹത്യ ചെയ്തു. കൊട്ടാരക്കരയിലാണ്. അതിപ്പോൾ ഞാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു കൂട്ടായ്മയിലുള്ള ഒരു ആൻറ്റിയുടെ ബ്രദറിൻ്റെയൊക്കെ ചർച്ചിലെ പാസ്റ്ററാണ് മരിച്ചത്. സൂയിസൈഡ് ചെയ്തു. അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. അദ്ദേഹത്തോട് കർത്താവ് ചോദിക്കുന്നു, വിചാരിക്കുക, പേര് പറഞ്ഞിട്ട്, നീ എവിടെ? നീ എവിടെ? നമ്മുടെ ഇടയിൽ ഒരു കാലത്ത് മദ്യപിക്കുന്നവരില്ലായിരുന്നു. നമ്മുടെ ഇടയിൽ ഒരു കാലത്ത് പുകവലിക്കുന്നവരില്ലായിരുന്നു. നമ്മുടെ ഇടയിൽ ഒരു കാലത്ത് പലതും ഇല്ലായിരുന്നു. എന്തിനേറെ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അടയ്ക്കാമരം വരെ മുറിച്ച കൂട്ടമാണ്. പെന്തക്കോസ്തിന്റെ ചരിത്രവും പുസ്തകങ്ങളൊക്കെ കിട്ടുന്നത് വായിക്കണം, പഠിക്കണം. നമ്മുടെ വർഗം, നമ്മുടെ കൂട്ടം. പക്ഷേ ഇന്ന് എവിടെയൊക്കെയോ നമ്മൾ മിസ്ഗൈഡ് ചെയ്യപ്പെട്ടു. എവിടെയൊക്കെയോ നമ്മൾ വഴി മാറി സഞ്ചരിക്കുന്നു. എവിടെയൊക്കെയോ നമ്മൾ റൂട്ട് മാറി സഞ്ചരിക്കുന്നു. ആരൊക്കെയോ നമ്മളെ വഴി തെറ്റിച്ചിട്ടുണ്ട്. അതിന് എന്നെ പോലെയുള്ള ഉത്തരവാദിത്വം വിസ്മരിക്കാതെ ഞാൻ എൻ്റെ പ്രിയ സ്നേഹിതരോട് പറയുന്നു, ഉണർവ് കൃത്രിമമായി ഉണ്ടാക്കപ്പെടേണ്ടതല്ല. ബഹളങ്ങളല്ല ഉണർവ്. ലോകവുമായി സഭയെ കൂട്ടിക്കെട്ടുന്ന ഒരുപാട് ഇടപാടുകൾ ഈ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പഠിച്ചത് റാന്നി സെൻറ് തോമസ് കോളേജിലാണ്. അന്ന് കുമ്പളനാനൻ എന്ന ന്യൂ ഇന്ത്യ ദൈവസഭയിൽ വിശ്വാസിയാണ്. അന്ന് ഞങ്ങളുടെ പാസ്റ്റർ റാന്നി ചന്തയ്ക്ക് വന്നപ്പോൾ ഈ കുടപ്പനോടൊക്കെ ഇരുന്നൊരു പാസ്റ്റർ, സ്തോത്രം, കുറച്ചു കാലത്ത് കുടപ്പനോട് സഭയിൽ ശുശ്രൂഷിച്ചൊരു പാസ്റ്റർ അന്ന് ഞങ്ങളുടെ കുമ്പളനാനൻ സഭയിൽ പാസ്റ്ററായിട്ടുണ്ടായിരുന്നു. ഒരു പാസ്റ്റർ PJ ബാബു. അദ്ദേഹവും ലിസിയാൻ്റെയും കൂടെ ഇട്ടിയപ്പാറ ചന്തയിൽ വരുമ്പോഴുണ്ട് സെൻറ് തോമസ് കോളേജിൽ ഒരു സമരം വരുന്നു. പമ്പാവാലിയിൽ നിന്ന് വരുന്ന ഒരു ബിജു ട്രാവൽസ്, പമ്പാവാലി കോഴഞ്ചേരി ഓടുന്നൊരു ബിജു ട്രാവൽസ് പിള്ളേരെ കേട്ടുന്നില്ല. അതിന് പിള്ളേരുടെ സമരമാണ്. ബസ് പിടിച്ചെടുത്തുകൊണ്ട് സെൻറ് തോമസ് കോളേജിൽ കൊണ്ടുപോകുന്നൊരു പരിപാടി. ചെത്തോങ്കരയിലേക്ക് പോകുക. അവിടെ വെച്ച് ബസ് തടഞ്ഞ് പിടിച്ചെടുത്തുകൊണ്ട് സെൻറ് തോമസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ കൊണ്ടിടുക. പരിപാടി അതാണ്. അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ കൊടി പിടിച്ച് പോകുമ്പോൾ കൂട്ടത്തിൽ ഇടയ്ക്ക് എവിടെയോ ഇത്തിപ്പൂരം പോകുന്ന ഞാനും ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ പാസ്റ്ററുടെ ആൻറ്റി കൃത്യമായിട്ടത് കണ്ടുപിടിച്ചു. ശിബുമോൻ തോണ്ടതേ പോന്നു കൊടിയും പിടിച്ചോണ്ട്.
അന്ന് വൈകിട്ട് ഒന്നും ചോദിച്ചു എവിടെ ആയിരുന്നു പകല്? ഞാൻ പറഞ്ഞു കോളേജിൽ. അല്ല ഞങ്ങൾ കണ്ടല്ലോ. ഞായറാഴ്ച എനിക്കൊരു ഉഗ്ര ശാസനം, ഒരു തീണ്ടുകുറി എൻ്റെ കയ്യിൽ കിട്ടി. അതിപ്രകാരമായിരുന്നു, 3 മാസത്തേക്ക് സാക്ഷ്യവുമില്ല, കർത്തൃമേശയില്ല. 3 മാസത്തേക്ക് സാക്ഷ്യവുമില്ല, കർത്തൃമേശയില്ല. പക്ഷെ ഇന്ന് നമ്മുടെ അണ്ണന്മാരും ചേച്ചിമാരും പറയുക നമുക്കും വേണം, നമുക്കും വേണം. പണ്ട് നമ്മുടെ നിയമസഭയിൽ ഒരു MLA ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങി. നടന്ന സംഭവമാണ്, പഴമക്കാർക്കറിയാം, പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഞാൻ പേരും നടന്ന് പരാമർശിക്കുന്നില്ല, അറിയാവുന്നവർ മുതിർന്നവർ ഓർത്തെടുത്തു. നിയമസഭയിൽ ഇരുന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങി. അപ്പോൾ ഇടിമിന്നലേറ്റ് മരിച്ചുപോയ രസികനായ കോട്ടയംകാരൻ ഒരു സഭാംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കലിരുന്ന ഉറങ്ങുന്നത്. ഞാനൊക്കെ കേട്ടിട്ടുള്ള സ്തോത്രം, അടുത്തിരുന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഈ ബഹളത്തിൽ കേട്ടിട്ടില്ല നമ്മൾ നിയമസഭാ സമ്മേളനമൊക്കെ, നമ്മുടെ ചേട്ടന്മാർ സുഖമായിട്ടിരുന്ന് ഉറങ്ങുന്നത്. സ്തോത്രം. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം കൂടെ കൂടിയ സാധനങ്ങൾ, ഞാൻ ആരെയും വില കുറച്ച് കാണുകയല്ല. അങ്ങനെ ഉറക്കം വിട്ട് ഉണർന്നപ്പോൾ ഭയങ്കര ബഹളം നടക്കുക, ബഹളം. അവൻ ചാഴിക്കാടനോട് ചോദിച്ചു എന്നാ സംഭവം, എന്നാ ബഹളം എന്ന് ചോദിച്ചു. അപ്പം ചാഴിക്കാടൻ പറഞ്ഞു നമ്മുടെ മൃഗശാലയിൽ 2 സിംഹം ചത്തുപോയി. അതിന് ഇങ്ങ് ഗുജറാത്തിൽ നിന്ന് 2 എണ്ണത്തെ കൊണ്ടുവരുന്ന കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. സിംഹമല്ല, ഞാൻ ഇച്ചിരി കൂട്ടി പറഞ്ഞതാണ്. സിംഹം ഇച്ചിരി മാന്യതയുള്ള യോഗ്യമായ ഒരു വാക്ക് അങ്ങ് പറഞ്ഞത്, വേറൊരു സാരമാണ് പറഞ്ഞത്. സ്തോത്രം. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു എൻ്റെ കൂട്ടത്തിൽ നിന്ന് വേണം 2 എന്ന് പറഞ്ഞു. ഉറങ്ങിയ ആൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞു എൻ്റെ കൂട്ടത്തിൽ നിന്ന് വേണം 2 എണ്ണം എന്ന് പറഞ്ഞു. സദസ്സ് മുഴുവൻ, നിയമസഭ മുഴുവൻ ചിരി പടർന്നു. നമ്മുടെ കേരള നിയമസഭയുടെ ചരിത്രം ചിരി പടർന്നു. എല്ലാവരും ആർത്ത് ചിരിച്ചു. എല്ലാവരും ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് പുള്ളിക്ക് കാര്യം പിടികിട്ടിയത്. ചാഴിക്കാടിനുൾപ്പെടെ തലകുത്തിച്ചിരിക്കുമ്പോൾ എന്നാ സംഭവം ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. സ്തോത്രം, വേറെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ. പക്ഷെ പുള്ളി ചാടി എഴുന്നേറ്റ് പറഞ്ഞു എൻ്റെ കൂട്ടത്തിൽ നിന്ന് വേണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ നമ്മളും പറയുക നമുക്കും വേണം, ഞങ്ങൾക്കും വേണം. ബിലയാം ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വന്നു. ശപിക്കാൻ വന്നപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു, ഞാൻ പറയാത്ത ഒന്നും നീ പറയരുത്. ദൈവത്തിൻ്റെ വാക്കനുസരിച്ചു. തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ലെന്നൊക്കെ മാന്യദേഹം പറഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് കീശയിൽ കനം കൂടുന്ന ഒരു ദർശനം കണ്ടിട്ട് ഇറങ്ങിയേക്കുന്നേ. കീശ വീർക്കുന്ന ഒരു വെളിപ്പാട് പ്രാപിച്ചിട്ടാ വീട്ടിൽ നിന്ന് ബിലയാം ഇറങ്ങിയേക്കുന്നേ. അപ്പം പുള്ളിക്കാരൻ ഒരു കാര്യം പറഞ്ഞു. ബാലാക്ക് ഇങ്ങനെ നിൽക്കുക, അവൻ്റെ പണവും സ്വർണവും ചാക്കുകെട്ടും ഭാണ്ഡവും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് പുള്ളി ആകെ അങ്ങ് ഹർഷപുളകിതനായിട്ട്, രോമാഞ്ച പുളകിതനായിട്ട് പറഞ്ഞു, ഒരു കൊച്ചു പരിപാടി ഞാൻ പറഞ്ഞു തരാം. അത് ഈ കാലഘട്ടത്തിലും സഭയിൽ നടക്കുകയാണ്, വിശ്വാസ സമൂഹത്തിൽ നടക്കുകയാണ്, ദേശത്തിൽ നടക്കുകയാണ്. നിങ്ങളുടെ കൂടെ നല്ല സുന്ദരിമാരില്ലേ, അവരെ അങ്ങോട്ട് വാലിട്ട് കണ്ണൊക്കെ എഴുതിച്ച് പൊട്ടൊക്കെ തൊടിയിച്ച് നല്ലതായിട്ട് സുന്ദരികളാക്കി ഒരുക്കി നിർത്തി അങ്ങോട്ട് കൊണ്ട് നിർത്തണം. എങ്ങോട്ട്? ഇസ്രായേൽ പാളയത്തിലേക്ക്, പാളയത്തിൻ്റെ സൈഡിലേക്ക്. അണ്ണന്മാർ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ നിൽക്കുന്ന ചേച്ചിമാരെ കാണും. ചേച്ചിമാരെ കാണുമ്പോൾ പേരെന്താന്ന് ചോദിക്കും, എവിടുത്തുകാരിയാണെന്നൊക്കെ ചോദിക്കും, എന്താന്നൊക്കെ ചോദിക്കും. അവസാനം ചോദിക്കും പോരുന്നോന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ക്ലാസ് കൊടുത്തേക്കണം, ഞങ്ങളും പോരുന്നു. പണ്ട് സ്കൂളിലൊക്കെ കളിക്കുമ്പോൾ പിള്ളേരെല്ലാം കൂടെ പെട്ട കെട്ടി കളിക്കുന്ന ചില കളിയുണ്ട്. പോരുന്നോ ഒക്കെ ചോദിച്ചിട്ട് പാട്ടൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. പോരുന്നോ ചോദിക്കും, പോരുന്നെന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു, പോരുന്നു എന്ന് പറഞ്ഞേക്കണം. അങ്ങനെ അവിടുത്തെ ചേച്ചിമാരെ ഇവിടുത്തെ പാളയത്തിലോട്ടും ഇവിടുത്തെ ചേട്ടന്മാരെ അവിടുത്തെ പാളയത്തിലോട്ടും കയറ്റിവിടാനുള്ള ഒരു കൊച്ചു ട്രിക്ക്, ഒരു കൊച്ചു വഴി ബിലയാം പറഞ്ഞു കൊടുത്തു. ബിലയാം പറഞ്ഞു കൊടുത്ത വഴി കൊച്ചായിരുന്നെങ്കിലും പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരുന്നു. അതിനെ ബൈബിൾ വിശേഷിപ്പിക്കുന്നു ബിലയാമിൻ്റെ വഴി. ബിലയാമിൻ്റെ വഴി ഇന്ന് സഭകൾക്കകത്ത്, വിശ്വാസ സമൂഹത്തിനകത്ത് ബിലയാമിൻ്റെ വഴി ഇന്ന് പ്രബലമാണ്. അത് വളരെ പ്രശസ്തമാണ്, അത് വളരെ ശക്തമാണ്. അതിലൂടെ സഞ്ചരിക്കാൻ കൊതിക്കുന്ന ആളുകൾ വളരെയേറെയാണ്. ഒരൊറ്റ വാക്കു പറഞ്ഞാൽ വേർപെട്ട ജനത്തെ ലോകവുമായി കൂട്ടിയിണക്കുന്ന ഒരു കൊച്ചു സംഗതി. നമുക്കും വേണം പലതുമെന്ന് വിശ്വാസ സമൂഹം പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, വേർപാട് പോവുകയാണ്.
വിശുദ്ധി പോവുകയാ, ഉപദേശം പോവുകയാ. പിതാക്കന്മാർ ഇട്ടിരുന്ന പണ്ടത്തെ അതിരുകളെ ഞാനും നിങ്ങളും വലിച്ചു പിഴുത് ദൂരേക്ക് എറിഞ്ഞു കളയുകയാ. ഈ രാത്രി എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹത്തോട് ഒരു ദൈവാലോചന ഇപ്രകാരം പറയുന്നു: പണ്ടത്തെ അതിരുകൾ നീ മാറ്റരുത്. പഴമയിൽ ഊറ്റം കൊള്ളുകയല്ല, പുതുമയെ നിരസിക്കുകയുമല്ല. ബൈബിൾ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറയുന്നു, നിന്റെ വിശുദ്ധിക്കും വേർപാടിനും ആത്മീക തന്മയത്വത്തിനും ആത്മീക പക്വതയ്ക്കും നിത്യജീവന് കോട്ടം വരുന്നതൊന്നും ആത്മീക ജീവിതത്തിൽ കടന്നു കയറ്റി ആത്മീക ജീവനെ നഷ്ടപ്പെടുത്തി കളയാതെ ക്രിസ്തുവിന്റെ ദിവ്യ വെളിച്ചത്തിൽ നകന്നു മാറി പാപത്തിന്റെ ശാപത്തിന്റെ അന്ധകാരത്തിൽ ആണ്ടുപോകാതെ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്ന ഈ സുവിശേഷ യോഗം കർത്താവ് നമുക്ക് മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്ന നിത്യതയുടെ വെള്ളി വെളിച്ചത്തിൽ എന്നെയും നിങ്ങളെ നിലനിർത്തി മുൻപോട്ട് കൊണ്ടുപോകുന്നതാകാൻ ഇടയായി തീരട്ടെ. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീതീകരണത്തിലൂടെ, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ശുദ്ധീകരണത്തിലൂടെ, ദൈവത്തിന്റെ സ്വഭാവത്തോടും നീതിയോടും വിശുദ്ധീകരണത്തിലൂടെ താതാത്മ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകം ഞങ്ങൾക്കുള്ളതല്ല എന്ന് പാടിയ പിതാക്കന്മാരുടെ, പറഞ്ഞ എഴുതിയ അപ്പോസ്തലന്മാരുടെ പിൻതലമുറയായി ക്രിസ്തുവിന്റെ രുതിരത്താൽ തുറക്കപ്പെട്ട പുതിയ നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചു പറയുന്നതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു കാര്യം, ഈ സത്യദൈവത്തിന്റെ നിത്യകൃപയെ വിട്ട് ഞാനും നിങ്ങളും പിറകോട്ട് പോകരുതേ. ചോദ്യം ആവർത്തിക്കുന്നു: എവിടെയാണ് താങ്കൾ?